ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗത്തിൻ്റെ മേധാവിയാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പൊണ്ണത്തടി, ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ മാർച്ച് 4 എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വേൾഡ് ഒബീസിറ്റി ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഈ ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ പ്രശ്നമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ആൾക്കാർ അതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാത്രമാണ് കരുതുന്നത്. കണ്ടു കഴിഞ്ഞാലുള്ളൊരു ഭംഗിക്കേട് എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഈ ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന മെഡിക്കൽ പ്രശ്നങ്ങളെയാണ് നമ്മൾ ശരിക്കും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത്. ഒബീസിറ്റി വരുന്നതാണ് പ്രമേഹം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരിക, നമുക്ക് കൂർക്കമ്മലി വരിക, ബ്ലഡ് പ്രഷർ കൂടുക, PCOD എന്ന് പറഞ്ഞിട്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് അണ്ടാശയത്തിനകത്തു നിന്നുള്ള സിസ്റ്റുകൾ പൊട്ടാതിരുന്നിട്ട് വന്ധ്യത വരുന്ന കാരണങ്ങൾ. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴാണ് ഹൃദയാഘാതം വരുന്നത്, സ്ട്രോക്ക് വരുന്നത്, ക്യാൻസറിൻ്റെതായിട്ടുള്ള റിസ്ക് കൂടുന്നത്. അപ്പം വളരെയധികം മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള ഒരു വലിയ കാരണമാണ് ശരീരത്തിലെ കൊഴുപ്പ് കൂടി നിൽക്കുന്നത്. നമുക്കപ്പോൾ വണ്ണം കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ, കൊഴുപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ പ്രാധാന്യത്തോടു കൂടി അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് പല വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ഒരു പൊണ്ണത്തടി എന്നുള്ളത് മോചനം നേടാനായിട്ട് പറ്റും. ആദ്യമായിട്ട് തന്നെ നമ്മൾ അതിലൊരു തീരുമാനം എടുക്കണം. ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് എനിക്കൊരു അസുഖമായിട്ട് വന്നിട്ടുണ്ട്, ഞാനത് കുറയ്ക്കാനും നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യം ശരിയായി. അപ്പോൾ ആണ് പിന്നെ മരുന്ന് കൊണ്ട് പറ്റുന്നതുണ്ടാവും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ളൊരു വ്യത്യാസം വരണം, കഴിക്കുന്നതിലുള്ള അളവിൽ വ്യത്യാസം വരുത്തണം. പിന്നെ മരുന്നുകൾ, പല മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊഴുപ്പ് ആഗിരണം ചെയ്യാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഭാരം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ വന്നിട്ടുള്ളൊരു ഡിവൈസ് ഉണ്ട്. വയറിനകത്തേക്ക് ഒരു ബലൂൺ കടത്തിയിട്ട് ഭാരം കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗമുണ്ട്. 10-15 കിലോ ഒക്കെ ഭാരം 6 മാസം കൊണ്ട് കുറയുന്നതാണ്. അതിന് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റോ ദോഷങ്ങളോ ഒന്നുമില്ല. കാരണം അത് ദഹിക്കാത്ത ആഹാരം പോലെ അവിടെ കിടക്കും എന്നുള്ളതേ ഉള്ളൂ. അതിനും മുകളിലായിട്ടുള്ള ഭാരം 10, 25, 30 കിലോ ഭാരത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കീഹോൾ സർജറിയിലൂടെ ഭാരം കുറയ്ക്കാനായിട്ടും വളരെ എഫക്റ്റീവാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രമേഹവും മറ്റ് അസുഖങ്ങളെല്ലാം മാറിപ്പോകുന്ന വളരെ ഒരു മാജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കീഹോൾ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3-4 ദിവസത്തെ ഹോസ്പിറ്റൽ വാസമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പൊണ്ണത്തടി കുറയ്ക്കുക, പൊണ്ണത്തടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളെ ഇല്ലാതാക്കി ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇല്ലെന്നുണ്ടെങ്കിൽ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗത്തിൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.